ഈസ്റ്റർ ആണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുർബാനയ്ക്ക് വരാന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കുർബാനുള്ള ദിവസങ്ങൾ സാധാരണ ഞാൻ വൈകുന്നേരമാണ് പോവാറുള്ളത്. എന്നാൽ പോലും ഇന്ന് ഈസ്റ്റർ ആണല്ലോ, കടപ്പെട്ട ദിവസം ആകുമ്പോൾ നേരത്തെ വരണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് റെഡിയായിട്ട് നമ്മളെല്ലാവരും കറക്റ്റ് ടൈമിലെത്തി. കുർബാനയ്ക്ക് സെയിം ചടങ്ങുകൾ തന്നെ നാട്ടിലെ പോലെ തന്നെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഓണറും നമ്മളും കട്ട കമ്പനിയാണ്. സോ ഈസ്റ്റർ ആയിട്ട് ഹി മെയ്ഡ് എ സർപ്രൈസ് ഫോർ അസ്, ഈസ്റ്റർ എഗ് ഹണ്ടിങ്. നമ്മുടെ ഈ ചെറിയ കോമ്പൗണ്ടിൽ ഫുള്ള് ചോക്ലേറ്റ്സ് ഒക്കെ ഉള്ള കുറെ ഈസ്റ്റർ എഗ്സ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ ഗേൾസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടും ഒളിച്ചൊളിച്ചിരിക്കുന്ന കുറെ മുട്ടകൾ ഇങ്ങനെ കണ്ടുപിടിച്ചു വിടാം. നമ്മുടെ ഈസ്റ്റർ ഇനി നമുക്കുള്ള ഈസ്റ്റർ മുട്ട എവിടെയാന്ന് നോക്കട്ടെ. പല സ്ഥലത്തായിട്ടും ഈസ്റ്റർ മുട്ട അങ്ങുണ്ട്. നമ്മുടെ ഈസ്റ്റർ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഡാർക്ക്, വൈറ്റ്, മിൽക്ക് ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈസ്റ്റർ ഗയ്സ്. ഇത് നമ്മുടെ ഓണർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സർപ്രൈസ് ആണ് ബിക്കോസ് ഓഫ് ഈസ്റ്റർ. He is so chill about it. Let me just show guys. നോക്കി നമ്മുടെ ഒരു ബാസ്ക്കറ്റിൽ കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇത് വേണം, ഇത് വേണം. അയ്യോ പോക്കറ്റിൽ അറിയപ്പോയില്ലൂടി. ഇതിന് കിട്ടാത്ത മുട്ടായി ഏതാ? എനിക്ക് ആരും എടുക്കാനില്ല. ഒരു ഉറുമ്പുണ്ട് നമ്മുടെ ഗാർഡനില്. ഫസ്റ്റ് ആയിട്ടാണ് ഈസ്റ്ററിന് ഇതേപോലെ ഒരു സർപ്രൈസ് ആയിട്ട്. നമ്മൾ ഈ ഓണത്തിനൊക്കെ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ we will include him, so I think he just made a surprise like this. ഇവിടെ ഫുള്ള് പുളിയുറുമ്പുണ്ട് ഈ പറമ്പിൽ. അങ്ങനെ നമ്മളിങ്ങനെ ചാടി ചാടി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഈസ്റ്റർ എഗ്. Oh my god, this is the first time we are just doing this game. ഇതാണ് നമ്മുടെ കൊച്ചു സ്ഥലം, നമ്മുടെ ഭാർഗവി നഗരത്തിന്. ഇതാണ് നമ്മുടെ പുൽമൈതാനം. ഇവിടെ ഈസ്റ്റർ എഗിന് പറ്റിയ ആ ഒരു ഗെയിമിന് പറ്റിയ ഒരു സ്ഥലമല്ലേ നമ്മുടെ സ്ഥലം. നമ്മളിപ്പോ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു. അയ്യോ ഇപ്പൊ ഇത്രയും കഴിപ്പുണ്ടോ? ഞങ്ങൾക്ക് കുറെ ചോക്ലേറ്റ്സ് കിട്ടി. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്. ഇത് ഗെയിമായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കും. ഇത് നമ്മുടെ ഓണറിനും കൊടുക്കും. ഇനി ഞാൻ എൻ്റെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചേക്കട്ടെ. സോ ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി ആൻഡ് കടലക്കറി ആൻഡ് ചിക്കൻ. ഇപ്പം ഏകദേശം ഒരു വർഷമായി മലയാളം കുർബാന കൂട്ടിയിട്ട്. സോ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ്. മേ ബി ഓക്കെ, എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. സോ ഹാപ്പി ഈസ്റ്റർ. ആൻഡ് ദാറ്റ് ഈസ് ദിസ് ചിക്കൻ വിത്ത് കടല ചപ്പാത്തി. ഗൈസ്, നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ് മി ജസ്റ്റ് ഷോ. ഓക്കെ, നമ്മുടെ കിച്ചണിൽ എന്താ പരിപാടി? വെളുത്തുള്ളി ആയിരുന്നു. അപ്പൊ ഈ സവാള മൊത്തം നീ ചെയ്തതാണോ? ഞാനിവിടെ കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ പണി അതിൽ ബാലൻസ്ഡ് ആവും. ഓക്കെ, നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണിത്. ഓക്കെ, നമ്മൾ ഇന്ന് ആക്ച്വലി നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ചെലവാണ്. അത് കഴിഞ്ഞ് വിഷുവിന്റെ സമയത്ത് നമ്മൾ ഇവരെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് ഉള്ളി പൊളിക്കാണ്, സവോള പൊളിക്കാണ്, വെളുത്തുള്ളി പൊളിക്കാണ്. അവിടെ എന്താ തയ്യാറാവുന്നേ നോക്കൂ. ഇവിടെ എന്താ തയ്യാറാവുന്നേ? ഉപ്മാവും പാലും. ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലും നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് ഉപ്പുമാവ് കിട്ടി. നമ്മളിപ്പോ ബിരിയാണിക്ക് വേണ്ട സവാള അരിഞ്ഞു. ഇനിയിപ്പോ തക്കാളി അരിയുവാണ്. തക്കാളി കുന അരിയ കുഞ്ഞു നമ്മൾ കുഞ്ഞു അരിയണം. നമ്മളിങ്ങനെ നേരിയ ടൈപ്പ് അരിഞ്ഞാൽ മതി. ജസ്റ്റ് ഡു ദിസ്. ഫൈൻ.
ഫൈൻ. നമ്മളിനി കുക്കുംബർ അരിയാൻ പോവാണ്. കുന അരിയുക. ഓക്കെ ഓക്കെ, നമ്മൾ കുനുകുന അരിഞ്ഞു. നൗ ലെറ്റ്സ് ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ പ്ലേറ്റ്. നമ്മുടെ റൈസ് നല്ലോണം വെന്തിട്ടുണ്ട്. ബിരിയാണി റൈസാണ്. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആവുമല്ലോ. എന്തൊക്കെ എഴുതുന്നുണ്ട് പറയൂ. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുവാണ്. ഓക്കെ മൈ ഗേൾ. ചൂട്. ഒരു നീണ്ട 50 ദിവസത്തെ നോയമ്പിന് ശേഷം വി ആർ ഫൈനലി ഹാവിങ് ചിക്കൻ. അതല്ലേ നമുക്ക് ഇത്ര കൊതി. അതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്ററിന് ചിക്കനും മട്ടനൊക്കെ ഇങ്ങനെ ഫുള്ള് എടുത്ത് കഴിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് നമ്മൾ ഓണർ കൊണ്ടുവന്ന് വെച്ചു ഈ ചോക്ലേറ്റ്സ് നമുക്ക് വേണ്ടിട്ട്. യുനോ ബിക്കോസ് ഓഫ് ദിസ് ഈസ്റ്റർ എഗ്സ്. പിന്നെ ഞങ്ങളുടെ ഓണർ ഭയങ്കര പാവ. നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഓണറിന് കൊടുക്കാം. ബിരിയാണി ശരിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മള് പള്ളിയിലേക്ക് പോവാണ് മലയാളം കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഇസ് മൈ കോലം. ജീൻസ് ആൻഡ് ടോപ്പ്. കാരണം നമുക്കിപ്പോൾ ടെമ്പറേച്ചർ ഒരു 90 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നല്ല കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് ഗേൾ, അനദർ സെക്സ് ഗേൾ ഇരിക്കുന്നു. പിന്നെ മെയിൻ താരം കുട്ടിക്ക് നാണായി. 2 പേർക്കും ഭയങ്കര നാണം. ബാക്കിൽ വരുന്ന 2 പേരെ കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ലുക്കാണ്. നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മളെന്തിനാ പള്ളിയിലേക്ക് പോകുന്നത്? മലയാളം കുർബാന ഉണ്ട് നമുക്കില്ല. ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ മലയാളം കുർബാന കൂടാം. നീ രാവിലെ ഒരു കുർബാന കൂടിയതല്ലേ? വീട്ടിൽ പോകുന്നതിനാ? അവിടെ ഈസ്റ്റർ എഗ് കിട്ടും, പിന്നെ ചായ കിട്ടും. നമ്മുടെ ട്രെയിൻ കയറാൻ പോകുന്ന സ്ഥലമാണ്. നമ്മുടെ സ്റ്റേഷൻ്റെ അവിടെ ചെറി ബ്ലോസം സെലിബ്രിറ്റി. നമ്മളങ്ങനെ ട്രെയിൻ കാത്ത് നിൽക്കുവാണ് കെംനെറ്റ്സിലേക്ക് പോകാനായിട്ട്. ഈ ഓപ്പോസിറ്റ് കാണുന്നതെല്ലാം ചെറിയ ബ്ലോസം ആണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് റിയലി പ്രിറ്റി. നമ്മൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. I hope my makeup is real fine. എന്തെങ്കിലും സുന്ദരിയായി. അങ്ങനെ പൊക്കൊണ്ടിരിക്കുവാണ് പള്ളിയിലേക്ക്. So let me just show guys the view. It's so pretty. Guys, just show the people here. നമ്മൾ പോകുന്ന സ്ഥലം എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു റിമോട്ട് ഏരിയ ആണ്. ആക്ച്വലി നമ്മൾ താമസിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഏകദേശം അടുത്തായതുകൊണ്ടാണ് അതൊരു സിറ്റി പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഉള്ളിലേക്ക് ജർമ്മനിയിൽ ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം. ഇപ്പം നമ്മൾ പോകുന്നത് കെംനെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലേക്കാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സിറ്റി. പക്ഷേ മലയാളം കുർബാന കൂടിയിട്ട് കാലങ്ങളായതുകൊണ്ട് വെറുതെ ഒരു ഫൺ ട്രിപ്പായിട്ട് പോവാണ്. I just put my hairband and sunglasses because it's a bit sunny here, you know. Guys, we are reaching the station now. Guys, നമ്മൾ കെംനെറ്റ്സിൽ വന്നിരിക്കുവാണ്. കെംനെറ്റ്സിൽ നമ്മളിപ്പോൾ എത്തി. Again now we are waiting for the bus. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ കെംനെറ്റ്സ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 2-3 ട്രാം ഒക്കെ കയറിയിട്ട് വേണം നമ്മളുടെ പള്ളിയിലേക്ക് എത്താനായിട്ട്. കുർബാനയുള്ള ടൈമിൽ കറക്റ്റ് എത്താന്നുള്ളതായിരുന്നു നമ്മളുടെ പ്ലാൻ. അങ്ങനെ അതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് പോയത്. അങ്ങനെ ടൈമിൽ തന്നെ എത്തി. ഇപ്പം നമ്മൾ പള്ളി നോക്കി നടക്കുവാണ്. ഇതാണ് നമ്മളുടെ പള്ളി. അങ്ങനെ പള്ളിയിൽ കുർബാന ഏകദേശം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കയറിയപ്പോൾ തന്നെ. പിന്നെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ടായിരുന്നു കെംനെറ്റ്സിലും. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല മലയാളീസും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ ആയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ മലയാളീസിനെ കണ്ടു. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും അപ്പം എൻ്റെ കൂടെയുള്ള ഒരു മലയാളീസിനാണ്. ഐ മെന്റ് മലയാളീസ് ഇൻ കെംനെറ്റ്സ്. മലയാളീസ് ഇൻ ഡ്രസ്ഡ് എന്നുള്ളത് വേറെ മലയാളീസ് ആണല്ലോ. നമ്മൾ വേറെ മലയാളീസ്, അവർ വലിയ മലയാളീസ് അല്ലേ. ഇതാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയത് ലവ്, കുഞ്ഞു ലവ്. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് കിട്ടിയ ഓരോരോ മുട്ടകൾ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇതിലേതാണ് ഏറ്റവും ഭംഗിയുള്ളതെന്ന് കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പള്ളിയിൽ തൊട്ടടുത്തുള്ള ഒരു ഹാളാണ്, ഒരു കൊച്ചു ഹാള്. അവിടെ ചെറിയൊരു സ്നാക്സ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ചെറിയൊരു വട്ടയപ്പം പിന്നെ ചായയൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് കൂടി.
ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി കെംനെറ്റ്സിലെ മലയാളീസ് ദേ ആർ വെരി ലക്കി. കാരണം നമ്മുടെ ഡ്രസ്റ്റണിലെ മലയാളീസ് ഇഷ്ടംപോലെ പേരുണ്ടെങ്കിലും ഇവിടെ നമുക്ക് മലയാളി അച്ഛന്മാരില്ല. അതുകൊണ്ട് തന്നെ മലയാളം കുർബാനയും ഇല്ല, പിന്നെ ഇതേപോലത്തെ സംഘടനകളും ഇല്ല നമുക്ക് പ്രവർത്തിക്കാനായിട്ട്. സോ അതുകൊണ്ട് അതിനൊരു മിസ്സിങ് ഉണ്ട് സംടൈംസ്. നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ, ഐ മീൻ ഇൻ ഡ്രസ്റ്റൺ. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പോകുന്ന വഴിക്കുള്ള ചെറി ബ്ലോസം, ഇറ്റ് ഈസ് അമേസിങ്. ഇനി ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ എത്തണമല്ലോ. നമ്മളിപ്പോൾ കുർബാന കഴിഞ്ഞ് മുട്ടയും കഴിച്ചു കഴിഞ്ഞു. മുട്ടയല്ല, ഹാളിൽ ചെറിയൊരു വട്ടയപ്പം ചെറിയൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. നൗ വി ആർ ലീവിങ് നൗ. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കല്ലോ. കെംനെറ്റ്സ് സ്റ്റേഷൻ കണ്ടോ ഗൈസ്? ഒന്ന് കടന്നു നോക്കോ ഗൈസ്, പ്ലീസ്. ഞാനില്ലടി. നമ്മളിപ്പോൾ ഇനി തിരിച്ച് പോവാണ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ചെറിയ ഈസ്റ്റർ എഗ് കിട്ടിയായിരുന്നു, അത് കഴിക്കാം. അവിടെ പോകൂലേ ഗൈസ്? Guys, now we are back to our home. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ബിരിയാണി കഴിക്കാം. ആൻഡ് നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. Let me just show. This is our Easter special with chicken fry and dum biryani. It's some onion garnishing. ബെഡിൽ തന്നെ കുറേ ദിവസം Next plate, please. എല്ലാം കൂടെ വെച്ചത് കൂടി ഉണ്ട്.